Korea line up tonight. In goal for them, the Tokyo FC keeper Kim Sung-kyu. But the main surprise tonight is that Alexander Soyka starts, having only been capped in the middle of May for the first time. Vladimir Tsufal provides experience and exceptional crossing ability from the right. Defender Ladislav Krejci. Wasn't even an understatement there about the demeanour of the head coach, and I think the theory was that perhaps he comes alive rather more in the dress. Oh, it's a lovely ball from Lee Kang-in. Now, what's going to come of this? Our bodies in the box. Son is waiting in the centre. Just maybe one of the... ഈ ലോകകപ്പിൻ്റെ മുഴുവൻ ആവേശവും നിറഞ്ഞു നിന്ന ഒരു മത്സരമാണ് കൊറിയ ചെക്ക് റിപ്പബ്ലിക് മത്സരം. മത്സരത്തിൽ കൊറിയ 2-1 വിജയിച്ചു. മത്സരത്തിൻ്റെ വിസിലടിച്ച ആ സമയം മുതൽ, സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഇങ്ങനെ തിരമാലകൾ പോലെ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ബോക്സിലേക്ക് ഇങ്ങനെ ഇരച്ച് കയറുന്ന ഒരു കൊറിയൻ പടയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ട് വിങ്ങിൽ കൂടി മിഡിൽ കൂടി അവർ നിരന്തരമായിട്ട് ആക്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു നല്ല ഫിനിഷർ അവർക്കുണ്ടായിരുന്നെങ്കിൽ അവർ ഒരു 2 ഗോളിലെങ്കിലും ലീഡ് നേടേണ്ടതാണ് ഹാഫ് ടൈമിന് മുമ്പ്. അത്ര നല്ല കളിയായിരുന്നു അവർ കളിച്ചത്. പക്ഷേ കളിക്ക് വിപരീതമായിട്ട് ആദ്യ മത്സരത്തിൽ ഗോൾ അടിച്ചത് ചെക്ക് റിപ്പബ്ലിക്കാണ്. അവരെ ഒരു ത്രോയിലൂടെ ഒരു ഹെഡർ ഗോളാണ് നേടിയത്. ഏതാണ്ട് ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ കൊറിയ തിരിച്ചടിച്ചു. അവസാനം കൊറിയ വിന്നിംഗ് ഗോളും കൂടെ നേടി. കൊറിയ മത്സരത്തിൽ ശരിക്കും ഫിസിക്കലായിട്ട് കളിക്കുന്ന ഒരു ടീമാണ് ഈ ചെക്ക് റിപ്പബ്ലിക്ക്. അപ്പം ഏഷ്യ പോലുള്ളൊരു രാജ്യത്തു നിന്ന് വന്ന് അവർ വളരെ ക്വിക്കായിട്ട് സ്പീഡ് ഗെയിം കളിച്ച് ഈ യൂറോപ്യൻ വമ്പന്മാരെ കീഴടക്കുമ്പോൾ ഒരു ഏഷ്യയിലെ ഒരു കൊറിയൻ വിജയഗാഥ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്ര അവർ ശരിക്കും കാലുകൊണ്ടല്ല ഹൃദയങ്ങൾ കൊണ്ടാണ് കളിച്ചത്. അവിടെ കളി കാണുമ്പോൾ നമുക്കറിയാം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ കളിച്ചത്. Surely it's the equaliser! And it's there! Hwang In-beom levels matters for South Korea! Oh, it's in the middle, and oh, score!